നമ്മളെല്ലാവരും എന്നും ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരുന്ന മരിച്ചുപോയ അൻസുമോള് തിരിച്ചു വരുമോ? കാലത്തിന് മാറ്റാനാവാത്ത വേദനയും ഓർമ്മകളും ഒന്നുമില്ല സണ്ണി. അതുകൊണ്ട് എന്റെ മോൻ. വേണ്ട പച്ച, എന്നെ നിർബന്ധിക്കരുത്. മോനെ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, അനുമോൾക്ക് വേണ്ടി നിന്നെ വിവാഹം കഴിക്കാൻ സോണിക്ക് സമ്മതമാണ്. സമ്മതം? എല്ലാവരും കൂടി അവളെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു. അതാ ശരി. പാവം സോണി, നിങ്ങൾക്കാർക്കും അവളുടെ മനസ്സ് കാണാൻ കഴിയില്ല. എടാ സണ്ണി, ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ അനിയത്തിയെ വിവാഹം കഴിക്കുക എന്നുള്ളത് ഒരു പുതിയ സംഭവമൊന്നുമല്ല. ആയിരിക്കാം. എന്ന് വെച്ച് ഞാനും അങ്ങനെ ആവണമെന്നുണ്ടോ? വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമായി എന്നെ സോണി വിവാഹം കഴിക്കാന്ന് വെച്ചാൽ ഇല്ല, ഒരിക്കലും ഞാൻ അവൾക്ക് അനുയോജ്യനായ ഭർത്താവല്ല. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്ടേക്കും. ഞാനും എൻ്റെ മോളും ആൻസിയുടെ ഓർമ്മകളുമായി ഇവിടെ കഴിഞ്ഞോളാം. ഇതവൻ തന്നെയായിരിക്കും, ജാഫർ. അവൻ തന്നെയാണ് വന്നതെന്ന് തനിക്ക് തീർച്ചയാണോ? വളരെ വേഗമായിട്ട് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ബട്ട് ഫിസിക്ക് വെച്ച് നോക്കുമ്പോൾ അത് അവൻ തന്നെ ആകാനാണ് സാധ്യത. താൻ എന്തൊരു ഫൂളിഷ്നെസ് ആയി കാണിച്ചത്. അറ്റ്ലീസ്റ്റ് ഒരു ഫോണെങ്കിലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഫോൺ ചെയ്തിട്ട് എന്നാത്തിനാ? നിങ്ങൾ എത്തും മുമ്പ് അവൻ അവന്റെ പാട്ടിന് പോയിട്ടുണ്ടാവും. ഷെറ്റ്, തന്റെ ഒരു ഒറ്റ നിർബന്ധം കാരണം പോലീസുകാരെ അവിടുന്ന് മാറ്റിയത്. സാരയില്ല, നാളെ തന്നെ വീണ്ടും പോസ്റ്റ് ചെയ്യാം. അയ്യോ ചതിക്കല്ലേ. നേരം വെളുത്താ കണി കാണുന്ന പോലീസ് തൊപ്പിയ, പിന്നെ അന്നത്തെ ദിവസം പോക്ക. ഏറിയാൽ 1 or 2 days, അതിനുള്ളിൽ ഞാൻ അവനെ പൊക്കിയിരിക്കും. ഇറ്റ്സ് എ ചാലഞ്ച്. ഇന്ന് പുതുവർഷ ആരംഭം. രാവിലെ അനുമോളെ ഫോൺ ചെയ്തു. എനിക്കൊന്നും അറിയണല്ലോ. എന്താ ഞാൻ കാണാൻ പാടില്ല? എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. സായിപ്പിയാറിനോട് കൂടിയിട്ട് ഡയറി എങ്കിലും എഴുതാൻ പഠിച്ചല്ലോ. മേലെ മനസ്സിലിരിക്കട്ടെ.
തോറ്റു. അപ്പോ ഇതൊക്കെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? ഏതൊക്കെ? ഉമ്മ ഉമ്മ ഉമ്മ. ഏതുമ്മയാ? ഐഷുമ്മയോ പാത്തുമ്മയോ? പൂടി അവിടുന്ന്.